ഗസയിൽ ഈ 2023 ഒക്ടോബറിന് ശേഷം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 60,473 അതാണ് കണക്ക്. ഇപ്പോൾ ഈ ഗസയിൽ വീണ്ടും ഈ വംശീയ ഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഇതിൽ ഇടപെടാത്തത് ചോദിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. വയനാട്ടിലെ കാര്യങ്ങൾ പോലും കൃത്യമായി ഇടപെടാൻ കഴിയാത്ത പ്രിയങ്ക ഗാന്ധിക്ക് ഗസയിൽ നടക്കുന്ന സംഭവങ്ങൾ വലിയ മനപ്രയാസം ഉണ്ടാക്കുന്നു. അല്ല, അത് അവരുടെ ഒരു വഴിപാടാണ്. മാസത്തിലൊരു തവണയെങ്കിലും ഗസയെ പറ്റി എന്തെങ്കിലും പറയണം. പാലസ്റ്റീൻ അവരാ തണ്ണിമത്തിൻ്റെ നിറമുള്ള ഒരു ബാഗുമൊക്കെ ആയിട്ട് ലോക്സഭയിൽ വരികയൊക്കെ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു വഴിപാടാണ്. അവരുടെ മാത്രമല്ല, ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിൽ നല്ലൊരു ശതമാനത്തിൻ്റെ വഴിപാടാണ് പലസ്തീൻ വിഷയം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എന്താണെന്നോ എവിടെയാണെന്നോ ഒന്നും അറിയാൻ മേല, ചുമ്മാ പറയും. അത് ആ ഒരു വഴിപാടിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് മാത്രമല്ല, അത് പ്രിയങ്ക ഗാന്ധിക്ക് എന്തറിയാതെ പറ്റി. വാസ്തവത്തിൽ ഇപ്പോൾ ഞാനിത് ക്ലോസ്ലി വാച്ച് ചെയ്തിട്ട് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല ഇസ്രായേലിൻ്റെ നടപടി എന്താണ്. ഇസ്രായേൽ ഗസയെ ടേക്ക് ഓവർ ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ ടേക്ക് ഓവർ ചെയ്തില്ലായിരുന്നു. ആകെ 20x10 200 സ്ക്വയർ കിലോമീറ്ററുള്ള ഒരു സ്ഥലമാണ്, ഒരു ചെറിയ പാച്ചാണ് ഈ ഗസ. അത് പൾവറൈസ് ചെയ്തു ഇസ്രായേൽ. ഈ 60,000 ചില്ലാൻ ആൾക്കാർ മരിച്ചു എന്ന് പറയുന്നത്. 40,000 കണക്കില്ലാത്തവരെ കൂടെ 1,00,000 ആൾ മരിച്ചിട്ടുണ്ട്. 40,000 പേര് ഈ ഡെബ്രി കെട്ടിടങ്ങളുടെ അടിയിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും. അവരെ കൂട്ടണമല്ലോ. ഇവർ ഈ ശവശരീരം കിട്ടിയതിൻ്റെ എണ്ണമാണ് ഈ പറയുന്നത്. അപ്പം നീറ്റൊരു 1,00,000 പേരെങ്കിലും അവിടെ മരിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഇസ്രായേൽ എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ ഇസ്രായേലിൻ്റെ പുതിയ പദ്ധതി, അതിന് മറ്റേ സൈനിക അധികാരി പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. നെതന്യാഹുമായിട്ട് തർക്കമായി, പിന്നീട് ചർച്ച വെച്ചു, അത് ചെയ്തു ഇത് ചെയ്തു ഒക്കെ കഴിഞ്ഞ്. ശരി, എന്താ ചെയ്യാൻ പോകുന്നത്? ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയതായിട്ട് എന്താണ് ഇസ്രായേലിന് ഗസയിൽ ചെയ്യാൻ പോകുന്നത്? അവരൊന്നും ആ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പം അങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പം നരേന്ദ്രമോദി എന്ത് ചെയ്യുമെന്നാണ് ഇവർ പ്രിയങ്ക ഗാന്ധി പ്രതീക്ഷിക്കുന്നത്? നമുക്കൊന്നും ചെയ്യാൻ സാധ്യതയില്ല, ചെയ്യാനും പാടില്ല. സാധിക്കുമെങ്കിൽ പോലും അതിനകത്ത് പോയി തലവയ്ക്കാൻ പാടില്ല. അതൊരു ഹിസ്റ്റോറിക്കൽ ഡിസ്പ്യൂട്ടാണ് അവർ തമ്മിലുള്ളത്. നമ്മളൊന്നും തലവെച്ചാലൊന്നും തീരാനും പോകുന്നില്ല. നമ്മളും കൂടെ അതിനകത്ത് ആ ചുഴിയിലങ്ങ് നമ്മൾ വലിച്ചിടപ്പെടും. നമ്മുടെ രാജ്യത്ത് പിന്നെ കിടക്കപ്രതി ഇല്ലാതെയാകും. അതുകൊണ്ട് തൊടാനേ പോകേണ്ട. നമ്മൾ പാലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന് അവർക്കും മാന്യത കൊടുത്തിട്ടുണ്ട്. അവർ നമ്മുടെ ആയുധങ്ങൾ മേടിക്കുന്നുണ്ട്, ഇസ്രായേലിന് നമ്മൾ ആയുധങ്ങൾ മേടിക്കുന്നുണ്ട്. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം നടക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. വേണ്ടാത്തടത്ത് പോയി ഒരു പെർഫോമൻസ് നടത്തേണ്ട കാര്യം നമുക്കില്ല, പോവുകയുമില്ല. നമുക്കിപ്പോൾ ഇന്നലെ സെലൻസ്കി വിളിച്ചില്ലേ മോദിയെ? സെലൻസ്കി വിളിച്ചിട്ട് മോദി കാര്യമായ ഒരു റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. സെലൻസ്കിയുടെ ആവശ്യം ഇപ്പോൾ ഡെസ്പറേറ്റ് ആയിട്ട് മോദിയെ കൂടെ ഇതിനെന്ന് വെച്ചാൽ ഇന്ത്യയെ കൂടെ ഈ പ്രശ്നത്തിൽ വലിച്ചിടുക. ഇന്ത്യ അത് സമ്മതിക്കില്ല. നമ്മൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നമ്മൾ തലവെച്ച് നമ്മുടെ സ്ഥിതി എന്തായി പോകുമെന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരിക്കലും പോകാൻ പാടില്ല. നമ്മൾ ഈ ഡയലോഗ് അതാണ് മോദി ചെയ്തത്. യുദ്ധമല്ല ബുദ്ധനാണ് വേണ്ടതെന്ന്. കൊള്ളാം കൊള്ളാം, ഇത്രയൊക്കെ മതി, അതിനപ്പുറത്തേക്ക് പോകരുത്. നമ്മൾ മേത്ത് കൊള്ളുന്ന ഒരു പരിപാടിക്ക് പോകരുത്. അതൊക്കെ വലിയ ചെളിപ്പണ്ടാരമാണ്, ഇസ്രായേൽ ആണെങ്കിലും യുക്രൈൻ ആണെങ്കിലും. അതുകൊണ്ടാണ് മോദി ഇങ്ങനെ പുറത്തൂടെയൊക്കെ റഷ്യ എണ്ണവില കുറച്ച് തരാമെന്ന് പറഞ്ഞു. ശരി, തന്നേക്ക് കേട്ടാന്ന്. ഇപ്പോൾ റഷ്യ മെല്ലെ വില കൂട്ടി, നമ്മൾ വേറെ മേടിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു. അൾജീരിയയിൽ നിന്ന് ഓൾറെഡി ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വില കുറവാണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ റഷ്യയിൽ നിന്ന് മേടിക്കുന്നത്. അല്ലാതെ റഷ്യ മഹത്തായ ഒരു രാജ്യമാണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. വില കുറച്ച് വരാനുന്നത് നമ്മൾ അവിടെ നിന്ന് മേടിക്കും. നാളെ സൗദി പറയുകയാണ് ഞാൻ വെറുതെ തരാം, താഴായിട്ടാന്ന്. ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്വന്തം കാര്യം നോക്കുക എന്നുള്ളതല്ലാതെ അന്യൻ്റെ കാര്യത്തിൽ തലയിടുന്ന ഏർപ്പാടൊക്കെ പണ്ടേ നിർത്തി. നമ്മുടെ വിദേശ നയത്തിൽ വന്ന ഒരു മാറ്റത്തിൽ എനിക്ക് സംതൃപ്തിയുള്ളത് അവിടെയാണ്. ഈ വസുധൈവ കുടുംബകം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയും പോയി തലവെച്ച് ഒരു കാര്യവുമില്ല. അന്യൻ്റെ കാര്യത്തിനും പോകാതിരിക്കുക, അവനവൻ്റെ കാര്യം നോക്കി നമ്മൾ നമ്പർ 1 ആകാൻ ശ്രമിക്കുക. അതാണ് ഒരു രാജ്യം ചെയ്യുന്നത്. മറ്റെല്ലാ രാജ്യങ്ങളും അതാണ് ചെയ്യുന്നത്. നമ്മൾ മാത്രം എന്തിനാ വല്ലവർക്കും വേണ്ടിയിട്ട് വെള്ളം കോരുന്നത്?
വല്ലവരുടെയും പ്രശ്നം നമ്മുടെ പ്രശ്നമാക്കുക. ഈ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ പറഞ്ഞിരുന്നു, യൂറോപ്പിൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല. കാരണം യൂറോപ്പിൻ്റെ പ്രശ്നം ലോകത്തിൻ്റെ പ്രശ്നം ആണ്. അതേസമയം ലോകത്തിൻ്റെ പല പ്രശ്നങ്ങളും യൂറോപ്പിന് പ്രശ്നമല്ല. ഈ പരിപാടി ശരിയല്ല. അപ്പോൾ അത് നമ്മളൊന്ന് ബാലൻസ്ഡ് ആക്കേണ്ടതാണ് ആ പരിപാടി. ഇതാണ് ലോക പൊളിറ്റിക്സ്. ഇത് മനസ്സിലാക്കിയാണ് ഡോക്ടർ ജയശങ്കർ പറഞ്ഞത്, തൻ്റെ പ്രശ്നമാണ്, എൻ്റേതല്ല. തൻ്റെ പ്രശ്നം എൻ്റേതാവണമെങ്കിൽ എൻ്റെ പ്രശ്നം തൻ്റെയും കൂടെ ആവണം. അതാവുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ വേണ്ട. ഈ ഒരു നിലപാട്, യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള നിലപാട്, ഇത് പണ്ട് ചാണക്യൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ ചാണക്യൻ്റെ പ്രിൻസിപ്പിൾസാണ് നമ്മുടെ വിഷ്ണു ശർമ്മൻ എടുത്തിട്ട് പഞ്ചതന്ത്രമാക്കിയത്. ആ പഞ്ചതന്ത്രത്തിലാണ് ഈ ആപ്പൂരിയ കുരങ്ങൻ്റെ കഥ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ കുരങ്ങനെ ആപ്പൂരിയെ പോലെ പിന്നീട് ആൾക്കാർ പറയുമെങ്കിലും ഒറിജിനലി ആ കഥ വിഷ്ണു ശർമ്മൻ്റെ പഞ്ചതന്ത്രത്തിലുള്ളതാണ്, താങ്ക്സ് ടു ചാണക്യൻ. ആപ്പൂരിയ കുരങ്ങൻ എൻ്റർടൈനിന് വേണ്ടിയിട്ട് വേറൊരു ആളിൻ്റെ ജോലിയിൽ ഇടപെട്ടതാണ്. തടി ഇറക്കുന്നവൻ ആപ്പ് കയറ്റി വെച്ചിട്ട് ഊണ് കഴിക്കാൻ പോയപ്പോൾ ഇവൻ പോയിട്ട് തമാശ കളിച്ച് ആപ്പൂരിയിട്ട് അതിനകത്ത് പെട്ടു. ഇങ്ങനെയാണല്ലോ സംഭവം. അത് അനാവശ്യമായിട്ട് അന്യൻ്റെ കാര്യങ്ങളിൽ പോയി ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് വിഷ്ണു ശർമ്മൻ പറഞ്ഞ കഥയാണ് ഈ കുരങ്ങൻ ആപ്പൂരിയ കഥ. ഈ 2013 മുമ്പ് നമ്മൾ പാലസ്തീൻ അനുകൂലമായ നിലപാടാണ് എപ്പോഴും സ്വീകരിച്ചിരുന്നത്, യാസർ അറാഫത്തൊക്കെ ഉള്ള സമയത്ത്. പിന്നീട് ഈ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് നമ്മൾ ഇസ്രായേലുമായിട്ട് കുറച്ച് കൂടുതൽ ബന്ധം ദൃഢമാക്കിയത്. അപ്പോൾ പണ്ട് മുതലേ അങ്ങനെ ആയതുകൊണ്ടാണ് ഈ കോൺഗ്രസ്, പ്രിയങ്ക, രാഹുൽ ഒക്കെ തന്നെ ഈ പാലസ്തീന് വേണ്ടിയിട്ട് നിലപാട്? അതുകൊണ്ടൊന്നുമല്ല. ഇസ്രായേലുമായിട്ട് ഫുൾ ഫ്ലെഡ്ജ് ഈ കണക്ഷൻ തുടങ്ങിയത് നരസിംഹറാവുവിൻ്റെ കാലത്താണ്, കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെ. അത് കോൺഗ്രസ്സുകാർക്ക് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യാൻ പറ്റും. ഇസ്രായേൽ നമ്മളുമായിട്ട് ഫോർമൽ ബന്ധം ഉണ്ടായിരുന്നില്ല. നരസിംഹറാവുവിൻ്റെ കാലത്താണ്, 91-ലാണ് നരസിംഹറാവു അധികാരത്തിൽ വരുമ്പോൾ, രാജീവ് ഗാന്ധി മരിച്ചു, നരസിംഹറാവു അധികാരത്തിൽ വന്നു. ഇറ്റ് മസ്റ്റ് ബി 91 or 92 ആ സമയത്ത്. അപ്പോഴാണ് ഇസ്രായേലിൻ്റെ എംബസി ഡൽഹിയിൽ തുറക്കുന്നത്. ആദ്യം വിസ ഇഷ്യൂ ചെയ്യാനായിട്ട് ചെറിയൊരു സംവിധാനം ഉണ്ടാക്കി, പിന്നെ അത് ഫുൾ ഫ്ലെഡ്ജ് എംബസിയാക്കി മാറ്റി. ഇപ്പോൾ കോൺഗ്രസിന് എന്താ അതിൽ സുഖേട്? ഇപ്പോഴും ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം വിച്ഛേദിക്കണമെന്നൊന്നും കോൺഗ്രസ്സുകാരൊന്നും പറയില്ല. അത് സാധ്യവുമല്ല. വർഷം എത്രയായിരുന്നു ഇതൊക്കെ? മാത്രമല്ല എന്ത് കാര്യത്തിന്. അതേസമയം പാലസ്തീൻ എംബസി ഉണ്ട് ഡൽഹിയിൽ. പാലസ്തീനെ പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യമില്ല, പക്ഷേ എംബസിയുണ്ട്. നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്, എംബസിയുണ്ട്. പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് മാപ്പ് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കാനൊരു സ്ഥലമില്ല. പാലസ്തീൻ ഒരു സാങ്കല്പിക രാജ്യമാണ്, ബട്ട് എംബസിയുണ്ട്. യുണൈറ്റഡ് നേഷൻസിൽ ഒബ്സർവർ സ്റ്റാറ്റസ് ഉണ്ട്. കുറേ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് പാലസ്തീനെ, കുറച്ച് പേര് അംഗീകരിച്ചിട്ടില്ല. വീറ്റോ ചെയ്തും പിടിച്ചുമൊക്കെ അങ്ങനെ കിടക്കുകയാണ്. ഒബ്സർവർ സ്റ്റാറ്റസ് ഉണ്ട്. ബട്ട് ദർ ഈസ് നോ കൺട്രി കോൾഡ് പാലസ്തീൻ. പാലസ്തീനാണെന്ന് പറഞ്ഞ് മാപ്പിൽ വരച്ച് കാണിക്കാൻ പറ്റും? ഇല്ല, അങ്ങനൊരു സ്ഥലമില്ല. അങ്ങനെ ഒരു അത്ഭുത രാജ്യമാണ് പാലസ്തീൻ. പാലസ്തീൻ ഇവരാവശ്യപ്പെടുന്നത് ഇതിൻ്റെ ബേസിക് ജെറുസലേമാണല്ല, ജെറുസലേമിൻ്റെ കൺട്രോളാണ്. അപ്പോൾ ഫ്രം റിവർ ടു സീ, അതാണ് പാലസ്തീൻ അവരാവശ്യപ്പെടുന്നത്. അതായത് ജോർദാൻ നദി മുതൽ ഇപ്പുറത്ത് കടൽ വരെ എന്ന് വെച്ചാൽ ഇസ്രായേൽ ഇല്ല എന്നർത്ഥം. ഈ ജോർദാൻ നദിയുടെയും കടലിൻ്റെയും ഇടയ്ക്കാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഇല്ല. പാലസ്തീൻ നിലവിൽ വന്നാൽ ഇസ്രായേൽ ഇല്ലാതെയാകും. അതുകൊണ്ട് പാലസ്തീൻ നിലവിൽ വരുന്നില്ല, ഇസ്രായേൽ നിലവിൽ നിൽക്കും. എന്നാണോ പാലസ്തീൻ നിലവിൽ വരുന്നത് അന്ന് ഇസ്രായേൽ ഇല്ലാതെ പോകും. ഇതാണ് ഈ ഉടക്ക്. ഇതിനിടയ്ക്ക് ഉള്ള ടോക്കാണ് അവരുടെ 2 നേഷൻ തിയറി. പാലസ്തീനും കൊടുക്കാം, ഇസ്രായേലും കൊടുക്കാം. അത് പാലസ്തീൻകാർക്ക് സമ്മതമല്ല, ഹമാസിന് സമ്മതമല്ല. ഇസ്രായേൽ ഒരു പക്ഷേ സമ്മതിച്ചേക്കും, ലോകരാജ്യങ്ങളെല്ലാം കൂടെ ഇത് ചെയ്യുകയാണെങ്കിൽ. ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കാമായിരുന്നു ഇതിനു മുമ്പ് തന്നെ. ഇവർ ഈജിപ്റ്റ്, ലെബനൻ, സിറിയ, ജോർദാൻ ഇവരൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഒരു പാലസ്തീൻ കുറച്ച് സ്ഥലം അവർക്ക് കൊടുക്കാമായിരുന്നു. ഒരുപക്ഷെ കൊടുത്തും പോയതിനും, പക്ഷേ അവർക്കത് പറ്റില്ല. അവർക്ക് ജെറുസലേമാണ്. ജെറുസലേം ഇസ്രായേൽ വിട്ടുകൊടുക്കില്ല. ഇസ്രായേൽ ഇപ്പോൾ ഒഫീഷ്യൽ തലസ്ഥാനം ജെറുസലേമാണ്.
ടെല്ലവീവ് മാറ്റി അവർ ജെറുസലേമാക്കി. അമേരിക്ക അത് അംഗീകരിച്ചു. നമ്മളതിലൊന്നും വേണ്ടിയിട്ടില്ല. ജെറുസലേമെങ്കിൽ ജെറുസലേം, ടെല്ലവീവെങ്കിൽ ടെല്ലവീവ് എന്ന് പറഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത്. ബട്ട് അവരുടെ സെറ്റപ്പൊക്കെ ഇരിക്കുന്നത് ടെല്ലവീവിൽ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ സ്ലോലി അവർ ടെല്ലവീവ് എന്നുള്ള തലസ്ഥാനം മാറ്റിയിട്ട് ജെറുസലേം അവരുടെ തലസ്ഥാനമാക്കി അങ്ങ് ഉറപ്പിക്കും. അസാധാരണമായ അസാമാന്യമായ നീക്കങ്ങളാണ് ഇസ്രായേലിൻ്റെ. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇതേപ്പറ്റി ഒന്നും ആലോചിക്കാതെ അറിയാതെയും വെറുതെ തട്ടിവിടുന്നതാണ്. വെറുതെ ഒരു അറ്റൻഷൻ, മീഡിയ അറ്റൻഷൻ കിട്ടുക, അല്ലെങ്കിൽ അതിനകത്ത് ഇൻവോൾവ് ആയി എന്ന് കാണിക്കുക, ഇതാണ് ഉദ്ദേശിച്ചത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഇസ്രയേലും ഈ പലസ്തീൻ നമ്മുടെ ഈ പ്രശ്നം തീരാൻ ഇനി പലസ്തീൻ ഇല്ലാതാവും. പ്രിയങ്ക ഗാന്ധി ഇത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട്, വയനാട്ടിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യു ഗോ ടു ദ നാഷണൽ മീഡിയ, ആരും ആ പ്രസ്താവന കവർ ചെയ്തിട്ടുണ്ടാവില്ല. പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ആദ്യം ഇവിടുത്തെ ടി വിക്കാർക്കും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് പാലസ്തീൻ ഭക്തി ഉണ്ട് എന്ന് ധരിച്ചും ഒക്കെ ചെയ്യുന്നതാണ്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് പാലസ്തീൻ കിഴക്കാണോ വടക്കാണോ എന്ന് അവർക്കറിയില്ല. പാവം, വെറുതെ അവർ ബുദ്ധി. ശരിക്കും പറയാം, ഇപ്പോൾ പാലസ്തീനൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതാവുമോ? ഇപ്പോൾ ഇവർ പറയുന്നത് ഗാസ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ? ഇല്ല, ഇനിയും ഒരുപാട് കാലം ഈ പ്രശ്നം ഇങ്ങനെ തന്നെ കിടക്കും. പാമ്പും ചാവില്ല, വടിയൂടിയില്ല. കാത്തിരിക്കാല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.